ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പാറക്കുളത്തിലോട്ട് കുളിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ രണ്ടുപേരുടെ മുടി മുറിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിയുള്ള ചില കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളത് ടൗൺ വ്യൂസാണ് നിങ്ങൾ കാണുന്നത്. ആ പോകുന്ന വഴി നമുക്ക് പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുള്ള് സെൽഫാണ്. അപ്പോൾ നമ്മളിത് വൈപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യാണ്. അശ്വിനാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കി നിൽക്കുകയാണ്. സംഭവം എനിക്ക് വലിയ പരിചയമില്ല. അപ്പം ആൾ വളരെ നീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞത് റോഡിലോട്ട് പോകുമ്പോൾ നല്ല നല്ല ബിൽഡിങ്സ് സംഭവങ്ങൾ. ഈ കാണുന്ന റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാരച്യൂട്ട് പോലത്തെ സംഭവമാണ്. ആളെ കയറ്റിയിരുതേ പറന്നുകൊണ്ടിരിക്കുന്ന സാധനം പൊളിയാണെന്നാണ് തോന്നണം. കയറിയിട്ടില്ല. പിന്നെ ഇത് ജസ്റ്റ് ഒരു ലൈക്കും അതിൻ്റെ കുറച്ച് വ്യൂസൊക്കെയാണ് നിങ്ങളിപ്പോൾ ഇതേ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഫുള്ളായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങൾ ബാർബർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അശ്വിൻ്റെ മുടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവന്മാർ നോക്കിയിരിക്കുന്ന അങ്ങനെ രണ്ടുപേരുടെയും മുടിയൊക്കെ വെട്ടിത്തേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞാൻ പറഞ്ഞ ആ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നു. അപ്പോൾ പോകുന്ന വഴി നല്ല ബ്രിഡ്ജസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണ്ടേന്ന് വിചാരിച്ചു. സംഭവം നൈറ്റിൽ കാണുമ്പോൾ ഒന്നും കൂടി ലുക്കായിരിക്കും. നമ്മൾ പകലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, കുളിക്കാനുള്ള പോക്കാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഞങ്ങൾ പോകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ലേറ്റായിട്ടൊന്നുമില്ല. ഒരു ഈവനിങ് 5 o'clock ആ ടൈമിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അത്യാവശ്യം ലോങ് ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങോട്ട് എത്താൻ വേണ്ടി. ഫൈനലി ഞങ്ങൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഡെസ്റ്റിനേഷൻ. കണ്ടില്ലേ, ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. സംഭവം കുളിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. ആ സ്ഥലത്തിൻ്റെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. ഇതേ പോകുന്ന വഴിയാണിത്. ചെറിയൊരു കാട്ടിലൂടെ ചെറിയൊരു ഇടവഴിയാണ് നമുക്ക് അങ്ങോട്ട് എത്താനുള്ളത്. ഇത് പോകുന്ന വഴി നമ്മൾ പിന്നെ മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിക്കിട്ടും. പക്ഷേ അവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, എനിക്ക് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. ഇറ്റ്സ് അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിന്ന് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വാച്ച് ഓൺ വീഡിയോ. ഇതിൻ്റെ ഒരു ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നാച്ചുറലാണ്. ഇത് ശരിക്കും പാറ വെട്ടിയിട്ടുണ്ടാക്കിയ കുഴിയിൽ ഇവർ എന്താ പറയുക, ഇതിനുള്ള പൂൾ ഫെസിലിറ്റി ചെയ്തതാണ്. സംഭവം കിടിലായിരുന്നു സംഭവം. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ പോയി. ഇതൊക്കെ ശരിക്കും ഔട്ട്സൈഡ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫൈനലി നമ്മൾ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് നടക്കേണ്ടതുണ്ട്. ആ പോകുന്ന വഴി നമ്മുടെ ബോഡിയും തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞത് ഈ കാണുന്ന ആളുകളൊക്കെ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് നേരം ക്യൂ നിൽക്കണം. എന്നിട്ട് അവിടെ നിന്ന് ബാൻഡേജൊക്കെ കിട്ടിയതിന് ശേഷം അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനൊരു സീനാണ് അവിടെ കണ്ടത്. ഞങ്ങൾ ഏകദേശം ഒരു 1/2 hour ക്യൂവിൽ നിന്നുണ്ടായിരുന്നു. ക്യൂ നിന്ന് അവിടെ എത്തിയതിന് ശേഷം കൗണ്ടറിലെത്താൻ നേരത്തെ അവർ ക്യൂ ഒക്കെ ഒഴിവാക്കി ആളുകളെ മൊത്തത്തിൽ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. ഒരുപാട് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത്. ഈ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. പല കൺട്രീസിലുള്ള ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരു സൺബാത്തും സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവിടുത്തെ കൾച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ, അവരൊന്നും കൂടുതലായിട്ട് വസ്ത്രദാനത്തിലൊന്നും വലിയ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നിന്ന് ആൾക്കാർക്ക് അതൊരു വിഷയമല്ല. നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നും. അപ്പോൾ ഞാൻ വെള്ളം കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ടീഷർട്ടൊക്കെ ഊരി പറിച്ചിട്ട് ഓടുകയാണ് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീന്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ കൂടുതൽ 2 പേർക്ക് നീന്താൻ അറിയില്ല. അവന്മാരെ ഒന്ന് ട്രെയിൻ ചെയ്യും വേണം.
ഇത് നമ്മുടെ ആൽബർട്ട് പയ്യനാണ് ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത്. അവനാണ് നമ്മളെ വണ്ടിൻ്റെ ഓണർ കം ഡ്രൈവറൊക്കെ. പുള്ളിക്ക് നീന്തൽ അറിയണ്ടാവില്ല, പിന്നെ ഷംസിക്കും അറിയണ്ടായിരുന്നില്ല. അപ്പം അവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സെറ്റാക്കി തരാൻ കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്മാരും വിളിച്ചതേ നമ്മൾ വെള്ളത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. വെള്ളം കണ്ടപ്പോൾ ഞാൻ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഒരു ഫ്ലിപ്പ് അടിച്ച്, പിന്നെ അറിഞ്ഞാൻ പറഞ്ഞ നീന്തലായിരുന്നു. ഞാനും അശ്വിനായിരുന്നു കൂടുതലായിട്ട് വെള്ളത്തിൽ കിടന്ന് ആർമാദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കാണുന്ന വ്യൂസൊക്കെ സംഭവം പൊളിയായിരുന്നു. അശ്വിൻ ഇതാ വരുന്നത്. പിന്നെ അതിലൊരു ചെറിയൊരു സീനുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നോളിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വെള്ളത്തിലൂടെ അടിയിലൂടെ പൊങ്ങി പോയത് ഒരു ഇംഗ്ലീഷുകാരൻ്റെ അടുത്താണ്. പുള്ളിനെ മേലിടിച്ചില്ല, ഇടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സീനായിരുന്നു. പുള്ളി എന്നെ പിടിച്ച് അലക്കിയിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ എനിക്ക് ഇടിയൊന്നും സംഭവിച്ചില്ല. സംഭവം വളരെ രസകരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി കാഴ്ചകൾ നിങ്ങൾ കാണുക up to the end. ഞങ്ങളെ വെള്ളത്തിലാക്കാന്ന് തീർന്നതിന് ശേഷം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അശ്വിനത് ആൽബർട്ടിനെ നീന്തം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി വളരെ എക്സൈറ്റഡ് ആയിരുന്നു നീന്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ 4-5 പൂളുണ്ട്. അപ്പോൾ ഓരോ പൂളിലും ഓരോ ഡെപ്ത്തൊക്കെ ആണ്. അപ്പം കിഡ്സിന് വേണ്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞത്, കൂടിയത്, അങ്ങനെ ഒരുപാട്. ഞാനിത് അവനെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, എല്ലാ ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള പൂളിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പിന്നെയും ഈ കാഴ്ചകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കാനുള്ളത്. ലെറ്റ്സ് സീ. പിന്നെ കാണാൻ പറ്റിയത് ഒരു മച്ചാൻ്റെ ഒരു സിംഗിൾ റൈഡായിരുന്നു. പുള്ളി ഇത് കാണുന്നുണ്ടല്ലോ, പുള്ളി ഇങ്ങനെ സിംഗിളായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് അതിലൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 8 മണിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 8 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നല്ല വെട്ടമുള്ള സമയമാണ്. ഞങ്ങൾ ബാക്ക് ടു ഹോമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഈ കൂട്ടുകാരന്മാരെ കൂടെ കൂട്ടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് അതിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു നസ്റ്റ ഫീൽ നമുക്ക് കം ബാക്ക് ആയിരുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ടേക്ക് കെയർ. ബൈ.